ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ലെറ്റ്സ് പ്ലേൻ്റെ പാർട്ട് 3 ആയിട്ടാണ്. അപ്പം നമ്മളിന്നൊരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. എന്തൊക്കെയാണ് നമ്മൾ കുറച്ച് ബിസി ആയി, പിന്നെ നമുക്ക് ടൈമൊന്നും കിട്ടിയിട്ട് കഴിഞ്ഞ് അപ്പം നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ ഇന്ന് സാമോൻ്റെ ഉമ്മാൻ്റെ കൂടെയാണ്, അപ്പോൾ എനിക്ക് വരാൻ കഴിയില്ല. ആൻഡ് നമ്മളിന്നൊരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കും. അതിനുള്ള ഗ്രൈൻഡിങ്ങിന് കുറച്ച് നേരം അപ്പോൾ ഗ്രൈൻഡിങ് കിടിലനായി നടന്നു. പിന്നെ നമ്മളൊരു ഞാൻ കുറച്ച് നേരം മൈനിങ്ങിന് പോയി. പിന്നെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കളിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഇതുണ്ടായി. ഈ 2.5 സ്റ്റാക്ക് 1.5 സ്റ്റാക്ക് ഇത് കിട്ടി. ഇത് റെയില് കിട്ടി. പിന്നെ അത് നമുക്ക് യൂസ്ഫുൾ ആവും. പിന്നെ ഈ ഒരു ഒബ്സീഡിയൻ ഉണ്ടാക്കാനുള്ള മറ്റേ സ്തുതി നമുക്ക് പറഞ്ഞു മറ്റേ സംഭവം, ആ സംഭവം ഞാൻ ചെയ്തു. പിന്നെ ഇത്രയും അയൺ കിട്ടി. ആൻഡ് നമുക്ക് 6 ഡയമണ്ട്. അതുകൊണ്ട് ഞാൻ പിക്കാക്സ് ഉണ്ടാക്കി സെറ്റായി. നമുക്ക് കുറച്ചും കൂടെ മൈനിങ്ങിന് പോകണം. പിന്നെ ഞാനും സാമും കൂടെ ലാസ്റ്റ് വീഡിയോ ഇട്ടൊന്ന് രാത്രി 2 വില്ലേജേഴ്സിനെ ഞങ്ങൾ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ട 2 വില്ലേജേഴ്സിനെ ഇന്ന് ഇവരെ വെച്ചിട്ടാണ് നമുക്കിവിടെ പണിയുള്ളത്. ആൻഡ് നമുക്ക് ഇന്ന് ഈ ഒരു പണി സെറ്റാക്കണം. ആൻഡ് നമ്മളിപ്പോ നെതറിന് കയറി വന്നിട്ടുള്ളൂ. നമ്മൾ ഇതൊക്കെ സാധനം എടുത്തിട്ട് വന്നിട്ടുള്ളൂ. ആൻഡ് നമുക്ക് തുടങ്ങാം. ഞാൻ ഇവിടെ ചെറിയൊരു ക്യാരറ്റ് ഫാം തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ തന്നെ ആക്കിയാലോ എന്നൊരു ഡൗട്ട്. അവിടെ തന്നെ ആക്കാം നമുക്ക്. വീടിന്റെ പിന്നെ വേറെ സംഭവം ചെയ്ത് കഴിച്ചു. നമുക്ക് അവിടെ നിന്ന് ലോഡ് സ്റ്റോൺ കിട്ടിയത്. അപ്പൊ ഇവിടെ വെച്ച് എന്നിട്ട് ഞാനൊരു കോമ്പസ് ഉണ്ടാക്കി. ആ കോമ്പസ് ഇതിലേക്ക് ക്ലിക്ക് ചെയ്തപ്പോ എനിക്കൊക്കെ എന്തൊരു എൻചാൻറ്റഡ് മാതിരിക്കത്തെ സാധനം കണ്ടപ്പോ ക്ലിക്ക് ആയപ്പോ ഇവിടെ ഒരു എൻചാൻറ്റ്മെന്റ് പോലെ തിളക്കം കണ്ടില്ലേ. നമ്മൾ എത്ര ദൂരത്തേക്കാണെങ്കിലും നമ്മളെ വീടിനെ ഫേസ് ചെയ്തിട്ട് ആ സാധനം ഉണ്ടാവുള്ളൂ. ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഫസ്റ്റ് ടൈം കളിക്കുന്ന പ്ലേയേഴ്സിനൊക്കെ, കാരണം അവർക്കൊക്കെ ഫസ്റ്റ് ഈ കോഡ്സ് ഓണൊക്കെ അറിയില്ലേക്കാരം കുറെ പ്ലേയേഴ്സിനൊക്കെ. അപ്പോൾ ഒരു കോഡ്സ് അറിയാത്തവർ എവിടെ പോയി കൊടുങ്ങുമ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവാതെ. പിന്നെ നമുക്ക് തന്നെ തുടങ്ങാം. നമ്മള് ഫസ്റ്റ് നമുക്ക് ലീഡ് വേണം. പിന്നെ നമ്മളെ ഹോയ് ഉണ്ടാവും. ഞാൻ എല്ലാതും കൂടെ മറ്റേ ഇൻഫിനിറ്റി ഇതുണ്ടാക്കി. നെതർ പോർട്ടൽ ഉണ്ടാക്കാനുള്ള ആ ഒരു സംഭവം ഉണ്ടായി. ഒബ്സീഡിയൻ കിട്ടാനുള്ള പ്ലാനിൽ ഇതാക്കി അതിൽ കിട്ടിയതാണ്. എന്തെങ്കിലും ഞാൻ പറഞ്ഞത് ഒക്കെ കൊളായി. ഇൻഫിനിറ്റി ഒബ്സീഡിയൻ ഉണ്ടാക്കാനുള്ള സംഭവം ഉണ്ട്. അതായത് നമ്മൾ നെതറിൽ പോവും. നമ്മൾ ആ നെതർ പോർട്ടൽ മൈൻ ചെയ്യും. നമ്മൾ ഫസ്റ്റുള്ള നെതർ പോർട്ടൽ മൈൻ ചെയ്യും. എന്നിട്ട് ഫസ്റ്റുള്ള നെതർ പോർട്ടൽ മൈൻ ചെയ്യും. എന്നിട്ട് അവിടെ ചെസ്റ്റ് വെക്കും. എന്നിട്ട് ചാവും. പിന്നെയും വരും ആ പോർട്ടലിൽ പിന്നെയും മൈൻ ചെയ്യും. അങ്ങനെ ആയി കിട്ടിയതാണ് ഈ ഒരു 28 ഒബ്സീഡിയൻ. നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമുക്ക് ഇതിന് ആവശ്യം വരും. നമുക്ക് പോർട്ടൽ ഉണ്ടാക്കാനുള്ള ആവശ്യം വരും. ആൻഡ് നമ്മൾ അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇത് വേണം. വാട്ടർ ബക്കറ്റ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു ഇത് ഉണ്ടാക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ജാവ എഡിഷനിൽ നമ്മൾ ചെയ്യില്ല. അതേ സംഭവമാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം അതാണ് എനിക്ക് ചെയ്യാറുള്ളത്. നമ്മൾ ജാവ എഡിഷൻ എത്രയും നാൾ ഞാൻ കളിച്ചിരുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ടിന് ഇത് ജാവ ചെയ്യാറുണ്ടപ്പോ നമ്മൾ സെറ്റാക്കിയതാണ് ബഗ് റോക്കിൽ ഭയങ്കര ബഗ്ഗാണ്. എന്ത് ചെയ്യാ. ഓക്കെ, നമ്മൾ ഇവിടുന്ന് 1 2 3 4 നമ്മൾ 4 ബ്ലോക്ക് കണ്ടു ടിൽറ്റ് ചെയ്തിട്ട് ആ സംഭവം ചെയ്തിട്ട് 1 2 3 4 അത് 4 ആൻഡ് ഓക്കെ 1 2 3 4 അങ്ങനെ 4 നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മളിങ്ങനെ 1 2 ഇതെല്ലാതും കൂടെ നമ്മളിനി കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യണം. അതേമാതിരി എല്ലാ സൈഡും നമ്മൾ ചെയ്യണം. അങ്ങനെ നമ്മളത് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഫുള്ള് ക്യാരറ്റ് ഫാം ചെയ്യണം. ക്യാരറ്റ് നമ്മൾക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കണ്ട് എടുക്കാം. ഓക്കെ, മതിയിട്ട് നമുക്ക് സെറ്റാക്കാം. കുറച്ചും കൂടെ വേണം നമുക്കത് സെറ്റാക്കാൻ. അതും ഞാനത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഫുള്ള് നമ്മൾ ഫാമിങ് ഏരിയ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഫുള്ള് 2 ബ്ലോക്ക് ഹൈറ്റ് നമ്മൾ കവർ ചെയ്യണം. കുറച്ച് ബ്ലോക്ക് വേണമല്ലോ. കുറച്ച് ബ്ലോക്ക് കളക്ട് ചെയ്തിട്ട് വരാം. പെട്ടിക്കകത്തുണ്ടാവും. അപ്പൊ പെട്ടിക്കകത്ത് ചെയ്യടോ. അപ്പൊ നമുക്ക് നമ്മളെ വാല്യബിൾ പെട്ടി ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഈ ചെസ്റ്റ് ഉണ്ടാവും. എന്നെ കൊണ്ട് വയ്യ. എന്ത് കോഴിക്കുഞ്ഞ് വരുമോ? ഓ, ലക്ക് ഫസ്റ്റ് ട്രൈ. കോഴിക്കുഞ്ഞ് യെസ്.
ഇങ്ങനെ ചെറിയതായി കണ്ടില്ലേ. ഓക്കെ, ഇങ്ങനെ നമുക്ക് കുറച്ച് സ്റ്റോൺ നമുക്ക് 2 സ്റ്റാക്ക് സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് വരാം. നമ്മൾ 2 സ്റ്റാക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ 2 ബ്ലോക്ക് ഹൈറ്റ് നമ്മൾ ഫുള്ള് ബ്ലോക്ക് ഒക്കെ കിട്ടും. ഈ 2 ബ്ലോക്ക് മാത്രം നമ്മൾ വിട്ട് കളയേണ്ടത്, കാരണം നമുക്ക് ഇവിടെയാണ് കളക്ടിങ് പോയിന്റ് വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഇത് വേണം, ട്രാപ്പ് ഡോർ ആണ്. നമുക്ക് ട്രാപ്പ് ഡോർ നമ്മളൊക്കെ ബാക്കി ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ഇതും കുറച്ച് വുഡ് കളക്ട് ചെയ്തിട്ട് വരാം. നമുക്ക് 4 ഇതാണ് വേണ്ടത്, ട്രാപ്പ് ഡോർ. അപ്പൊ നമ്മള് ട്രാപ്പ് ഡോർ കളക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ വെക്കുമ്പോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ കഴിഞ്ഞ ഞങ്ങള് രണ്ടാളും, ഞാനും സാമും കൂടി ഒരു സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ എനിക്കൊരു പ്രശ്നം പറ്റി. ഇതേ സാധനം ഞാൻ ഉണ്ടാക്കിയത്. ബട്ട് ഇതിൽ വില്ലേജർ കുട്ടികൾ വരും, അതായത് ചെറിയ ബേബി വില്ലേജേഴ്സ് വരും. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കറങ്ങിയെടുക്കും, എന്നിട്ട് വലുതാവും. അത് ഭയങ്കര പണ്ട്. പിന്നെ ഞാൻ ഇടക്കിടക്ക് കാണ്ടീനൊക്കെ അടിയിട്ട് വിടലാണ്. ഇപ്പൊ ഞാൻ സുധീന്റെ പണ്ടൊക്കെ ആർട്ടിക്സ് എക്സ്പ്ലോറാണ് നോക്കിയപ്പോ ഓനക്ക് ഇതേമായിരിക്കത്തെ ഒരു ഇത് കിട്ടിയെന്ത് ഇതൊരു അവസ്ഥ. അപ്പൊ ഇവിടെ ഈ ഒരു ഫാമിംഗ് ലാൻഡ് നമ്മള് കുറച്ച് ഹൈറ്റ് കുറവായതുകൊണ്ട് ഇത് നമ്മള് നോർമൽ ബ്ലോക്ക് ആക്കണം. അത് നമുക്ക് ഡെർട്ട് ആക്കി വെച്ചാൽ റെഡി ആവുന്നതാണ് ആ വീഡിയോയില് പറഞ്ഞത്. അപ്പൊ നമുക്ക് അതേമാതിരി ചെയ്തപ്പോ ഓൻ്റെ റെഡി ആയപ്പോ നമുക്ക് അതേമാതിരി ചെയ്ത് നോക്കാം. സെറ്റായ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കണം. ഇവിടെ ഇങ്ങനെ മാറിപ്പോയി. നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കണം. ഓക്കെ, അപ്പൊ വില്ലേജേഴ്സിന് വരാൻ പറ്റൂല. ബേബി വില്ലേജേഴ്സിന് ഇതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോകാൻ കഴിയും. അതാണ് നമുക്ക് വേണ്ടത്. ആൻഡ് നമുക്കിനി 3 ബെഡ് വേണം. ആൻഡ് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്, അത് ഞാൻ ചെയ്തിട്ട് കാണിച്ചു. ഓക്കെ, നമുക്ക് 2 ബ്ലോക്ക് താഴ്ച വേണം നമ്മൾ ആ സംഭവത്തിന്. അപ്പൊ ഒരു ബക്കറ്റ് വെള്ളം എടുക്കട്ടെ. ആൻഡ് നമ്മൾ ഇവിടേക്ക് വരുന്നു. ഇവിടെ നമ്മൾ കുഴിക്കണം. 1 2 ആൻഡ് ഇവിടെ 1 വെക്കുക. ആൻഡ് അടുത്ത വാട്ടർ എടുക്കട്ടെ. ഓക്കെ, നമ്മൾ കിട്ടിയില്ലേ? അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബ്ലോക്ക് വാട്ടറും വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ കുറച്ച് ഫുഡ് അടിക്കട്ടെ. അല്ലെങ്കിൽ ചാവും. ഓക്കെ, ആൻഡ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ 2 ബ്ലോക്ക് വെച്ച് ഇങ്ങനെ കുഴിക്കാം. ആൻഡ് കുഴിച്ച് പോണേ. അപ്പൊ ഇവിടെ നമ്മൾ ഇത് വരെ പോർട്ടൽ, നെതർ പോർട്ടൽ. അപ്പൊ നമുക്ക് മേലൊക്കെ ഒന്ന് കുഴിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ഒരു ബ്ലോക്കിന്റെ കോഡ്സ് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് ഇതിന് 8 കൊണ്ട് നമ്മളെ ഹൈക്കണം. നമുക്ക് ഒരു പോർട്ടൽ ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് നമ്മൾ പെട്ടിക്കകത്ത് സാധനം എടുത്തിട്ടുണ്ട്. 8 ബാക്കി വരും കേസ്. അതുകൊണ്ട് നമുക്കൊരു എൻചാൻമെന്റ് ടേബിൾ അങ്ങനെ സെറ്റ് ആക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ വിളിക്കാം. ഫസ്റ്റ് ഇവിടെ 2 ബ്ലോക്ക്, ആൻഡ് ഇവിടെ 3 ബ്ലോക്ക്. ആൻഡ് ഇവിടെ 1 കൂടെ വേണം. 1 2 3. ആൻഡ് നമ്മളിവിടെ ഒരു പീസ് ഡേർട്ട് ഇവിടെ, ഒരു പീസ് ഡേർട്ട് ഇവിടെ. ആൻഡ് 1 2 പോരെ. ഇതാണ് സംഭവം. അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇവിടെ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ട് വരുന്നതായിട്ട് നോക്കട്ടെ. ഓക്കെ, ഇനി ഇത് വെക്കണ കോഡ്സ് 914 മൈനസ് 113. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്നത് 144. അപ്പൊ നമുക്ക് പോകേണ്ടത് ആക്ച്വലി നമുക്കിപ്പോ പോകേണ്ടത് എത്ര വെച്ച് കഴിഞ്ഞാല് 114 അങ്ങനത്തെ സംഖ്യ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ഞാൻ ഇതൊന്ന് കുഴിച്ച് ഇതൊന്ന് ലൈറ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ പണി പോലെ. ഇപ്പൊ തന്നെ നമ്മൾ കയറാനായിട്ട്
ഫയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ വരുന്നു. ഓക്കെ, എന്നിട്ട് അവിടെ നമ്മളൊരു പോർട്ടൽ, അവിടെ ഒരു പോർട്ടൽ ഉണ്ടാക്കണം. അപ്പൊ നമ്മളൊക്കെ ഇത് ചെയ്യാത്തോണ്ട് നമ്മൾ പോകുന്നത് ഇവിടെ ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ എടുക്കുന്നുണ്ട്. നമ്മള് ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഞാൻ ആ ഒരു ഏരിയനെ കണ്ടെത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, കുഴിച്ച് പോകണം. -14 വരെ, അതായത് 114 - 14 വരെ നമുക്ക് പോകേണ്ടത്. ഇപ്പൊ കറക്റ്റ് അവിടെ എത്താണെങ്കിൽ ഗേറ്റിലായി. ഞാൻ ആ ഒരു ഏരിയ കിട്ടിയിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇവിടെ നമ്മൾ സംഭവം തന്നെ ഇവിടെ നിന്ന് സെറ്റപ്പാക്കി ലൈറ്റിംഗ് ഒക്കെ ചെയ്ത്. ഓക്കെ, ഇവിടെ നമ്മളെ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോ ഇതാണ് നമ്മള് വരേണ്ട ഏരിയ. ഇത് റെഡി ആവുകയാണെങ്കിൽ സിറ്റി അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഏരിയ. ഇത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ഇനി നോക്കണം. നമ്മളിവിടെ 2 ബ്ലോക്ക് ഇതൊക്കെ ആക്കുന്നുണ്ട്. ഇവിടെ ഒരു കുഴി വയ്ക്കണം, കാരണം വില്ലേജേഴ്സ് അടിക്ക് പോകണം. അതിനാണ് ഇത് ഇവിടെ നടക്കട്ടെ, അല്ലെങ്കിൽ വില്ലേജേഴ്സ് ഇവിടെ വന്ന് കുടുങ്ങിക്കും. അതൊന്നും ഞാൻ ലൈറ്റ് ചെയ്തിട്ട്. ഓക്കെ, നമ്മൾ കയറുന്നുണ്ട്. നമ്മൾ അവിടെ കറക്റ്റ് എത്തണമെങ്കിൽ അവിടെ സെറ്റ് കറക്റ്റ് നമ്മള് ചെയ്ത് സെറ്റ് ചെയ്ത് കിട്ടിയത്. ഓക്കെ, നമ്മള് സംഭവം സെറ്റ് ഇതിട്ട് കണക്ട് ആയിട്ടുണ്ട്. ആൻഡ് അതാണ് നമ്മളെ പണി. ആൻഡ് നമ്മളത് സെറ്റ് ആക്കിയിട്ട് കഴിച്ചു. ഗോഡ് ഓഫ് മൈൻക്രാഫ്റ്റ് ന്യൂ മുതൽ ഞാനായാലോ കേസ്, ഇങ്ങനെ സുദിനെ മാറ്റിയാണ് ഞാനായാലോ സെറ്റ് ആവല്ലേ. അങ്ങനെ അത് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് പോയി ഞാൻ ഉറങ്ങട്ടെ. ആൻഡ് പെട്ടെന്ന് പോയി ഉറങ്ങിയിട്ട് വരാം. സെറ്റ് ഒന്ന് ഉറങ്ങട്ടെ ഗൈസ്. ആൻഡ് ഈ വീഡിയോ കൊണ്ടിട്ടിരിക്കുന്ന എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇനി നമുക്ക് കുറച്ച് പണിയുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഇത് വേണം. ഇത് ട്രാപ്പ് ടൂർ വേണം. അപ്പൊ ട്രാപ്പ് ടൂർ നമുക്ക് എടുത്തിട്ട് വരാം. നമുക്ക് സെറ്റ് ആക്കിയിട്ട് വരാം ട്രാപ്പ് ടൂർ. ഓക്കെ, 2 ട്രാപ്പ് ടൂർ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ എത്രയിൽ പോകണം. നമുക്ക് ഇനി വാല്യൂബിൾ ആയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ എടുത്തേക്കട്ടെ. അതൊക്കെ അവിടെ നോട്ടോ. ആൻഡ് നമുക്ക് ഇത് സെറ്റ് ആക്കിയിട്ട് ഇപ്പൊ തന്നെ നല്ല കിട്ടാനാണ് കഴിച്ചു. ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനൊക്കെ ഒരു കറക്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാം ഒക്കെ ഉണ്ടാക്കണം. ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഒന്ന് നിങ്ങൾ ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ട് നിങ്ങൾ ലൈക്ക് ഒന്ന് ചെയ്തില്ലെങ്കിൽ എത്താണ് ഗൈസ്. മോട്ടിവേഷൻ തരും ലൈക്ക് ചെയ്തിട്ട്. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ വില്ലേജറിന്റെ മാതിരി വെള്ളത്തിലൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി വില്ലേജേഴ്സ് ഇങ്ങോട്ട് ചാടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇതാണ് പെൻസല്ല ഈ സാധനം. നമ്മളിനി ഇങ്ങോട്ട് ഇറങ്ങേണ്ടി നമുക്കിവിടെ വെക്കണം. ആൻഡ് ഇവിടെ 2 ബ്ലോക്കും കൂടി വെക്കാം, കാരണം എന്തെങ്കിലും കോക്കാച്ചി ആരും വരാതിരിക്കാൻ. ആൻഡ് നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കൊരു അയൺ ഫാം ഉണ്ടാക്കണം. അയൺ ഫാം ഉണ്ടാക്കിയാൽ നമുക്ക് ഇവിടെ ഇൻഫിനിറ്റ് എമറാൾഡ് ഉണ്ടാക്കാം, കാരണം അത്രക്കും നമുക്ക് എമറാൾഡ് ഉണ്ടാക്കാന്ന്. ആളുകൾ കയറി വന്നിട്ടുണ്ട്. ഇനി ഇത് കണ്ട് അടച്ചേക്കാം. അപ്പൊ ഇനി കളക്ടിങ് ഏരിയ തെറ്റായ സ്ഥിതിക്ക് നമുക്ക് 3 ബെഡ് നമുക്ക് ഒപ്പിക്കണം. 3 ബെഡ് നമുക്ക് ആ വില്ലേജ് ഒന്ന് അടിച്ചു മാറ്റി കൊണ്ടുവരാം. ആൻഡ് ഇനി 2 ഈ മണ്ടന്മാരെ അതിൻ്റെ ഉള്ളിൽ തിരിച്ചു വേണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ അയൺ ഫാം. ഓക്കെ, ഒരു കമ്പോസ്റ്റർ വേണം. ഞാൻ 2 ഓൾറെഡി കൊണ്ടുപോയത്, എന്നാലും നമുക്കൊന്നും കൂടി എടുക്കാം. നമ്മൾ അയൺ കോളത്തിന് കൊന്നതിന്റെ ബാക്കി ഈ ഫാമറിന്റെ ഇതാണ് നമ്മൾ അടിച്ചു മാറ്റിയിട്ട്. ഇത് ഫുള്ള് വളർന്നതാണ്. നമുക്ക് ഇതായിട്ട് ഉടഞ്ഞു വെച്ചിട്ട് കാര്യം വില്ലേജേഴ്സിന് തന്നെ ബ്രീഡാവും കൊടുക്കാം. എന്തോന്ന് ആക്ച്വലി ഇവിടുന്ന് കമ്പോസ്റ്ററും പിന്നെ 3 ബെഡ് ഒരു ഇഷ്ടം പോലെ ബെഡുണ്ടാവും. അപ്പൊ 3 ബെഡായിട്ടാണ് 2 മഞ്ഞ ബെഡും 1 വൈറ്റ് ബെഡും. ഓക്കെ, 3 ബെഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവർ 2 ലിങ്ക് ആയിട്ടുണ്ട്. ഇനി ഇവർ 2 ഇവിടുന്ന് ഞാൻ ഇവരെ എടുത്തോളാം. ഇവിടുന്ന് വരെ ഞാൻ ഇറക്കി വിടാൻ പോവാണ്, കാരണം ഇവിടുന്ന് വരെ ഇറക്കി വിടണം. ഇവിടെ അടക്കരുത്, ഇവിടെ തുറക്കരുത്, കാരണം ഇവിടെ പണിപാളും. ആൻഡ് 2 പേര് വരൂ. ഓക്കെ,
അപ്പൊ നമ്മള് ഇവരെ രണ്ടാളിന് പൊട്ടിച്ചിടേണ്ടതിന് മുന്നേ ഞാൻ എന്തോ ഒന്ന് മറന്നു. ഇതെടുക്കാൻ മറന്നു, എന്ത് കമ്പോസ്റ്റ് നമ്മൾ എടുക്കാൻ മറന്നു. അതുകൊണ്ട് നമ്മളിവിടെ വന്ന് കമ്പോസ്റ്റ് അതിൽ ഓൾറെഡി 2 ഉണ്ട്. നമുക്കൊരു സ്ലാബ് വേണം ചെയ്യാ. അത് സ്ലാബ് തന്നെ വെക്കാം, അതാ ബെസ്റ്റ്. ആൻഡ് ഒന്ന് കണ്ടെത്താൽ മതി. സെറ്റ് ആക്കിയിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. ഓക്കെ ഓക്കെ നമ്മളിവിടെ നിന്നിട്ട് നമ്മളിവിടെ ഓക്കെ നമ്മളൊന്ന് പൊട്ടിക്കണ്ടി നമ്മൾ ഈ സ്ലാബ് വെച്ചിട്ട് ഇത് വെക്കണം, അല്ലെങ്കിൽ നടക്കൂല. ഓക്കെ 2 പേർക്കും വെള്ളമായിട്ടുണ്ടാവും. ഒരുത്തടുത്ത് ഓക്കെ സെറ്റ്. ഞാൻ നോക്കി ആ ബ്ലോക്കിലേക്ക് നമ്മൾ ചാടണം. ഓക്കെ ആൻഡ് ഇവർ 2 ഫാമേഴ്സ് ആയില്ലേ. ഇത് പൊട്ടിക്ക് ആൻഡ് ഇതും പൊട്ടിക്കട്ടെ. ആണ്ട് പോ അല്ല ഇതിങ്ങോട്ട് കയറി അടിച്ചാൽ മതി, ഒരിങ്ങോട്ട് കയറും. എങ്ങനെ കാൽക്കുലേഷൻ നമുക്കൊരു ലീഡ് വായിക്കുക. ലീഡ് ഉണ്ട് 3 ഞാൻ അതെടുക്കാൻ പോയി. ആൻഡ് ഇതൊന്നും ഇവിടെ നിൽക്കല്ലേ, പണിയോളും സോംബീസൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും, സൂക്ഷിക്കണം. ആൻഡ് ഡീസി ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാം. റൈഡല്ല ഇല്ലേ. ഓക്കെ വാ ഉണ്ടോ നോക്കി വാ അവിടെ നിൽക്ക്. ആൻഡ് വെയിറ്റ് സെക്കൻഡ്, റൈഡ് അല്ലല്ലോ, അൺലീഷ്. നമുക്ക് കയറ് പൊട്ടിക്കണം. ലീഷ് പൊട്ടിച്ച് ആൻഡ് സാധനം എടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് ഫുള്ള് ഇതാക്കണം, വുഡല്ല ഇത് സ്റ്റോൺ ആക്കണം. നമുക്ക് ഈ ഒരു പോർഷൻ ഇനി വേണ്ട. ഓക്കെ ഞാൻ ഇതൊക്കെ വെച്ച് എന്തൊക്കെയാ വെക്കണേ. ഇതൊരു 3 ബ്ലോക്ക് കൂടെ വേണ്ട. ആൻഡ് ഇത് പൊട്ടിച്ചളയട്ടെ. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പോയി ഒന്ന് സ്കീപ്പ് ചെയ്യട്ടെ, അല്ലെങ്കിൽ പണി കിട്ടും. ആൻഡ് നമ്മള് നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചളയണം. അല്ലെങ്കിൽ പണി കിട്ടും. നമ്മള് ഫസ്റ്റ് വില്ലേജസിന് കൊണ്ടുവരാൻ വെച്ചാണ് കൊടുങ്ങാണ്ട് ഇവിടെ പൂട്ടിയിട്ടാണ് പൊട്ടിച്ച് നമുക്ക് ഇനി ഒരു ബ്രീഡാവുന്ന സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവര് സെറ്റായി. നമുക്ക് ലൈറ്റിംഗ് റോഡും കൂടി വെക്കണം, അല്ലെങ്കിൽ പണി. ലൈറ്റിംഗ് റോഡ് നമുക്ക് വെക്കാം നൈറ്റിന്. ആൻഡ് ഇവരിനി ബ്രീഡാവണ ഒരട്ടം കണ്ടാൽ മതി, നമുക്ക് ബ്രീഡായി എന്തെങ്കിലും പറയും. എന്നിട്ട് ആ ചെക്കൻ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ വീട്ടുണ്ടെങ്കിൽ സെറ്റ്, അല്ലെങ്കിൽ കഴിക്കുന്നു പോയി. ഞാൻ അവർക്ക് ഫുഡ് ഇട്ടെടുക്കാണ്ട് അതൊക്കെ വേറെ കാര്യം. ഇട്ടെടുക്കാൻ തകയോ അത് ഒരെണ്ണം കൂടി അതിനാണ് കിട്ടിയ. നമ്മൾ ഈ ഫുൾ ബ്ലോക്ക് ആക്കി വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ മോബ്സ് സ്പൂണ്. ഓക്കെ അല്ല ഇതൊക്കെ ഓക്കെ അല്ല. ഇവിടെയും കൂടി ഇങ്ങനെ വെക്കാം. ആൻഡ് നമുക്ക് അവിടേക്ക് മേലൊക്കെ ഇതൊക്കെ തട്ടിക്കൂട്ട് സാധനമാണ്. ആക്ച്വലി തട്ടിക്കൂട്ട് ഓക്കെ ഈ ക്രോപ്സിൻ്റെ നമുക്കിത് വെക്കാൻ പറ്റുന്നുണ്ട്. നമുക്കത് ഭയങ്കര സുഖമായി കിട്ടി. വില്ലേജസിന് കണ്ടു വരാനും കഴിയില്ല എപ്പോഴും. ഓക്കെ നമ്മള് ലൈറ്റ്നിങ് റോഡ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് ഫുൾ നമ്മൾ മൈൻഡ് ചെയ്ത് കളയണ്ട്. ഓക്കെ ഇനി അവർക്ക് ഫുഡ് എന്നാ പിടിച്ചോ, എടുക്കുമോനെ, ഫുഡ് ഇതാ അവിടുത്തെ നമുക്ക് കുറച്ച് നേരം ഇവിടെ നിൽക്കാം. ഞാൻ കുട്ടിക്ക് കളയാൻ മറന്നുപോയി. ഞാൻ ഒരു ബ്രീഡാവാൻ നോക്കട്ടെ. ബ്രീഡാവാൻ കണ്ടാൽ മതി. എന്നാലും നമുക്ക് എന്തെങ്കിലും ബ്രീഡായി കൊച്ചർക്കൻ.
ഓക്കെ സെറ്റ്. ബ്രീഡാവുണ്ട് ഒരു ബ്രീഡാവും ഇപ്പൊ ബ്രീഡാവും ഒരിപ്പ ബ്രീഡാവും. ഉച്ചർക്കം വരുന്നത് നമുക്ക് കാണാം. ഓക്കെ നമ്മളെ അക്വേഷ്യ ബയോമിലായതുകൊണ്ടാണ്. എൻ്റെ ഞാൻ കൊച്ചിറക്കം കണ്ട് പോ. ബെഡിലേക്ക് പോ. ഇത് പണി കിട്ടോ? ബഗ് റോക്ക് എഡീഷന്റെ പരിപാടി കാട്ടിയ പണി കിട്ടോ? ഇനി ഒരു ബ്ലോക്ക് മാറ്റണോ? എടാ ബെഡ് വിട നല്ല കിടിലം ബെഡ്. ഓടി വാ എനിക്ക് കിട്ടും. പെട്ടെന്ന് വാ. എന്നിട്ട് വാടാ. ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റേട്ടോ. വെട്ടിലേക്ക് വാ. ചെക്കൻ പണി തരൂട്ടോ നമുക്ക്. വേറതൊരു പണിയാകും. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ചെക്കനെ അങ്ങോട്ട് പോ. ആ സാധനം മറക്കാണ്ട്. ബട്ട് ഓനെ അങ്ങോട്ട് പോണില്ല. ബെട്ടിക്ക് പോണില്ല. ഇവരിങ്ങനെ കറങ്ങി നടക്കാണ്. നമുക്കൊരു പണിയാണ് ആക്ച്വലി. ആൻഡ് ഇവര് ഇവിടെ തന്നെ സെറ്റ് അത് കറങ്ങിയാണ്ട് നേരെ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് നമുക്ക് അത്ര വിഷയം ചെയ്യാം. ഇനി മേടിക്കായ ഇനി ഹോൾ സെറ്റ്. ആൻഡ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നാളത്തെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെ ബൈ. അപ്പൊ നമ്മൾ ഇത് കുറെ നേരം എടുത്തിട്ടുണ്ട് ഈ ഒരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാൻ തന്നെ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ.